അർജുൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗംഗാവലി പുഴയിൽ നിന്ന് നമ്മൾ മുങ്ങിയെടുത്ത അർജുൻ്റെ ജീവിതത്തിന് തിരശ്ശീല വീഴുകയാണ്. അന്ത്യകർമ്മങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ഐവർ മഠത്തിൽ നിന്നുള്ള ആളുകൾ ഹൈന്ദവ ആചാരപ്രകാരമാണ് അന്തിമ ചടങ്ങുകൾ നടത്തുന്നത്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ ഒരുക്കിയ ചിതയിൽ കത്തി അമരുന്ന ഒരു ജീവിതമായിരിക്കും അർജുൻ്റേത്. ഒരുപാട് കാലമായി 72 ദിവസങ്ങളോളം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരാൾ ഒരുപക്ഷെ ആ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിൽ നിന്ന് നമുക്ക് തിരികെ ലഭിച്ചയാൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ നാടിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ പൊതുജനങ്ങളെ കണ്ണീരണിയിച്ചുകൊണ്ട് ഈ അന്ത്യയാത്രാമൊഴി ചൊല്ലിക്കൊണ്ട് നാട് അർജുന് വിട ചൊല്ലുകയാണ്. കണ്ണാടിക്കലിലെ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ ഓർമ്മകളിൽ ആയിരിക്കും ഇനി ജീവിക്കുക. ഐവർ മഠത്തിലെ ആചാരപ്രകാരം ഹൈന്ദവ ആചാരപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പെട്ടെന്ന് സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോഴും ജനങ്ങൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഗ്രാമം മുഴുവൻ കണ്ണീരോടെ ഈ ചെറുപ്പക്കാരന് വിട നൽകുന്നു. ഒരു സാധാരണ ട്രക്ക് ഡ്രൈവറായി, ഒരു ലോറി ഡ്രൈവറായി ജീവിച്ച് അവസാനം മലയാളക്കര മുഴുവൻ പ്രശസ്തനായി മാറിയ ഒരാളുടെ കഥയുടെ അവസാനം കാലയവനികയ്ക്കുള്ളിലേക്ക് അർജുൻ മറയുന്നതിന് ഏറ്റവും അവസാന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത്. അർജുൻ്റെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഒരുപക്ഷേ കിണർ പണിക്കാരനായിരുന്ന ഒരു അച്ഛൻ്റെ മകൻ, പ്രേമൻ്റെ മകൻ, അപകടത്തിൽ പരിക്കേറ്റത്തോടെ +2 പഠനം അവസാനിപ്പിച്ച് ജീവിതത്തിൻ്റെ അത്താണിയായി മാറിയ ഒരു കഥയാണ് ഈ കണ്ണാടിക്കലിലെ ഈ കുടുംബം നമ്മോട് പറയുന്നത്. ഒരുപാട് ജോലികളെടുത്ത് ഈ കുടുംബം പോറ്റാൻ തീരുമാനിച്ച അർജുൻ നമ്മുടെ പുതിയ കാലത്തിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. വീട്ടുകാരെ നോക്കാനും നാട്ടുകാരെ കാണാനുമൊന്നും താല്പര്യമെടുക്കാത്തൊരു തലമുറയ്ക്ക് മുന്നിൽ ഉയർത്തിക്കെട്ടിയ ഒരു പന്തമായി ഈ അർജുൻ നമ്മുടെ ജനമനസ്സുകളിൽ ജീവിക്കുക തന്നെ ചെയ്യും. ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന ചടങ്ങുകളുടെ കൂടുതൽ വിശദാംശങ്ങൾക്കായി ഈ കണ്ണാടിക്കലിലെ വളപ്പിൽ നിന്ന് സജോ ദേവസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ ജീവിതം എരിഞ്ഞടങ്ങും. നമുക്കൊരുപാട് പാഠങ്ങൾ സമ്മാനിച്ചാണ് അർജുൻ കടന്നു പോകുന്നത്. കോവിഡ് കാലത്ത് പടപൊരുതിയ ഒരൊറ്റയാൾ പട്ടാളം, അതുപോലെ പ്രകൃതി ദുരന്തം പെയ്തിറങ്ങിയ പ്രളയത്തിൻ്റെ നാളുകളിൽ നമുക്ക് അത്താണിയായ മനുഷ്യൻ, ഒരു കുടുംബത്തിൻ്റെ ജീവിതം മുഴുവൻ സ്വന്തം കൈകളിലേക്ക് ജീവിതത്തിൻ്റെ വളയം പിടിച്ച് ജീവിതം മുന്നോട്ട് ചവിട്ടിത്തള്ളിയ ഒരാൾ. അങ്ങനെ ഒരു അസാധാരണത്വം ഒരുപാട് കാര്യങ്ങളിലുള്ള ഈ ചെറുപ്പക്കാരൻ്റെ അന്ത്യയാത്രയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ അയാൾക്ക് യാത്രാമൊഴി ചൊല്ലുന്ന കണ്ണാടിക്കൽ ഗ്രാമത്തെക്കുറിച്ച് നമുക്കിനി എന്താണ് പറയാൻ കഴിയുക? സജോ. SKN അത്യന്തം ഹൃദയഭേദകമായ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. അതിനാണ് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അത് വല്ലാത്തൊരു വേദനയാണ്, വല്ലാത്ത ഒരു അവസ്ഥ ഈ നാടിന്, മലയാളികൾക്കാകെ അതൊരു വേദനയായി മാറുകയാണ്. നിത്യസ്മരണയിലേക്ക്, ദീപ്തമായ സ്മരണയിലേക്ക് അർജുൻ ഇനി മറയുകയാണ് എന്നതാണ്. അതിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ആ ഓരോ കാഴ്ചകളും നമ്മെ അത്യന്തം ഹൃദയം പിളർത്തുന്ന കാഴ്ചകളായി മാറുന്നുണ്ട്. ആ കുരുന്നിൻ്റെ ദൈന്യത നിറഞ്ഞ നോട്ടമൊക്കെ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത്രമേൽ മലയാളി ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ച്, സമീപകാലത്ത് ഒരാളുടെയും തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നില്ല എന്നുകൂടി കാണണം. പക്ഷേ നമ്മുടെ മുന്നിൽ ആ യാഥാർത്ഥ്യമുണ്ട്. നമ്മെ വിട പറഞ്ഞു പോയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം ഒന്നാകെ, അവരുടെ പ്രതീക്ഷയും ആശ്രയവും ഒന്നാകെ വളരെ നന്നേ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുത്ത് പ്രതീക്ഷകളുടെ ഭാരവുമായി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമുക്ക് അപ്രതീക്ഷിതമായും ആ ശിരൂരിലെയും ആ മണ്ണിടിച്ചിലിൽ, ആ വല്ലാത്ത രാത്രിയിൽ നമുക്ക് നഷ്ടമായത്. തിരിച്ചുവരവ് നമ്മളേറെ ആഗ്രഹിച്ചു, അപ്പോഴൊന്നും സാധ്യമായില്ല. 75 ദിവസത്തിനിപ്പുറം ആ വീട്ടിലേക്ക് അർജുൻ തിരികെ വന്നു. പക്ഷേ ചേതനേറ്റ ശരീരമായാണ് വന്നത്. ആ കുരുന്നിന് സഹോദരിക്കൊപ്പം അച്ഛന്, അമ്മയ്ക്ക്, ആ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കൊക്കെ അത് എത്രത്തോളം തീരാ വ്യഥയാകുന്നു, അത് നമ്മുടെ നാടിൻ്റെ ആകെ വ്യഥയാകുന്നു എന്ന കാഴ്ച ഈ ചുറ്റുവട്ടങ്ങളിലെല്ലാം ഉണ്ടായ യാഥാർത്ഥ്യം നമ്മളിപ്പോൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. പക്ഷേ അർജുനെക്കുറിച്ച് പറഞ്ഞാലും തീരാത്തത്ര ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കിയാണ് അർജുൻ പോകുന്നത് എന്നതുകൂടി കാണണം. വളരെ നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ആ വീടിനെ എല്ലാ ആശ്രയവും അതിൻ്റെ ഭാരം അത്രയും ചുമലിലേറ്റി സ്വപ്നങ്ങളുമായാണ് പോയത്. പിന്നീട് ആ ക്യാബിൻ പൊളിച്ചപ്പോൾ പോലും അർജുൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം കുടുംബവുമായുള്ള ആഴവും ഇഴയെടുപ്പവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ആ ട്രക്കിൻ്റെ കുരുന്നുമായി കളിച്ചിരുന്നൊരു ട്രക്കിൻ്റെ ചെറുമാതൃക ആ ക്യാബിനകത്ത് കാണെ തന്നെ അർജുൻ വെച്ചിരുന്നു. അത്രത്തോളം ആത്മബന്ധം അവരുമായെല്ലാം, അത്രത്തോളം സ്നേഹം, അതിൻ്റെ എത്രത്തോളം വലിയ പ്രതീകമാണ്, എത്ര ഉദാത്തമായ പ്രതീകമാണ് നമ്മൾ കണ്ടത്. അതൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ആ ഹൃദയവ്യതയുള്ളത് കൊണ്ടാണ് കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് മലയാളികൾ ഒന്നാകെ മനസ്സുകൊണ്ട് ആയിരിക്കുന്നു
ആയിരിക്കുന്നു. ഇവിടെ അണമുറിയാത്ത മനുഷ്യർ നേരിട്ടായിരിക്കുന്നു. കുറേയധികം മനുഷ്യർ മനസ്സുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു. അവർ ഈ ദൃശ്യങ്ങളും മറ്റും ഇവിടെ ഇപ്പോൾ ലഭ്യമാകുന്ന ദൃശ്യങ്ങളും മറ്റും ടെലിവിഷനിലൂടെയും മറ്റും കാണുന്ന ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടും മറ്റുമൊക്കെ ഇവിടെ ആയിരിക്കുന്നു. അവരൊക്കെ കരയുന്നു എന്നതൊരു പ്രതീകമാണ്. കാരണം അത്രത്തോളം മലയാളികൾ ഈ ദുരന്തത്തിൽ അർജുനെ ഉൾപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ തിരികെ ലഭ്യമാകണമേ എന്ന് ആഗ്രഹിച്ചു. ഇനിയിപ്പോൾ അതെല്ലാം വിഫലമായി, നമ്മുടെ പ്രതീക്ഷകളൊക്കെ വിഫലമായും, പക്ഷേ ഇതൊരു വസ്തുതയാണ്. ആ കുടുംബത്തെ നമ്മൾ